ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബഹറിൽ നിന്നാണ്. എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ബഹറിൽ നിന്ന് മാത്യു വർഗീസ് ബ്രദറും കുടുംബവും ചേർന്നാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. ഇവരുടെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ഇവരുടെ മകന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി ജീവിതം എന്ന് പറഞ്ഞാൽ ആ മകന് എക്സാമിലെല്ലാം നല്ല മാർക്ക് ലഭിക്കേണ്ടതിനായിട്ടും അവൻ്റെ ഭാവി ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ടും, അതേപോലെ ഇവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടണം, അതേപോലെ ഇവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റം വരണം. നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ. പ്രിയരെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് പ്രിയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇന്നു മുതൽ അവൻ്റെ എക്സാമിൽ അവന് ജയം ലഭിക്കേണ്ടതിനായി, അത്ഭുതം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതേപോലെ ഇവരുടെ ബിസിനസ്സിനകത്തൊരു വഴിത്തിരിവുണ്ടാകണം. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരുടെ കുടുംബത്തിൽ സാമ്പത്തികമായി ഒരു ഉന്നതി ലഭിക്കണം. ഇവർ വീണ്ടും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയുവാൻ സ്വർഗത്തിലെ ദൈവം ഇവർക്കൊരു വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട സ്പെഷ്യൽ എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നുവന്നാണ്. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്കും സാക്ഷ്യങ്ങളിലേക്കും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് നടക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡിലോട്ടായി ചിന്തിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് അതിനകത്തൊന്നുകൂടെ കയറി ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാരംഭമായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ 6 വർഷം കഴിയുന്നു ഈ എപ്പിസോഡുകളുമായി ഞാൻ പല മീഡിയ മാർഗത്തിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നന്ദിയല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം 5 വർഷത്തിന് മുമ്പ് ഒരു എപ്പിസോഡുമായി കടന്നു വരുമ്പോൾ ഇതെങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാത്ത ഒത്തിരി പ്രതികൂലവും ഒത്തിരി പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 8 TV ചാനലുകളുമായി ഇത് ഏകദേശം 5 ദിവസത്തിന് മുകളിൽ എല്ലാ TV ചാനലും പ്രസംഗിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് ഈ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് മനസ്സിലാകും ഇത് ഇത്ര വർദ്ധിക്കാൻ കാരണം. യൂട്യൂബിൽ നമുക്ക് ഒത്തിരി എപ്പിസോഡുകളും ഒത്തിരി ലൈവ് മെസ്സേജുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കയറി നോക്കാമെങ്കിൽ ലിങ്കുകൾ കൊടുക്കുന്നു. കയറി നോക്കി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം അടയാള സഹിതം യൂട്യൂബുകളിലുണ്ട് 100 കണക്കിന് സാക്ഷ്യങ്ങൾ, 100 കണക്കിന് കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനായി തൻ്റെ ഹല്ലേലൂയ മഹത്വം ഈ മിനിസ്ട്രിയുടെ ദൈവം വെളിപ്പെടുത്തി കാണിച്ചു. ഒന്നുകൂടെ പറയട്ടെ, അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിൽ വിചാരകനാക്കി. ഇന്ന് ഹല്ലേലൂയ ഒരുപാട് സ്ഥലങ്ങളിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ വേലയുമായി ഞാൻ കടന്നു പോകുന്നു. ഒരുപാട് രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഇവിടെ എല്ലാം ചെന്ന് നോക്കിയാൽ ഹല്ലേലൂയ പലവരും ഈ മിനിസ്ട്രിയിൽ ഹല്ലേലൂയ കണ്ടും സൗഖ്യമായതും വിടുതൽ പ്രാപിച്ചതും, അതേപോലെ തന്നെ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നതും ഞാൻ കണ്ടു. അതിനകത്ത് ഒരു വിഷയമാണ് ഞാൻ പ്രത്യേകം കണ്ടത്. എവിടെ ചെന്നാലും 10 വർഷത്തിന് മുകളിൽ കുഞ്ഞുങ്ങളില്ലാത്ത ചില കുടുംബങ്ങൾ കടന്നു വരുന്നതായി കാണുന്നു. അവർ ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തു, ഒന്നും നടക്കുന്നില്ല. ഹല്ലേലൂയ പൈസ മുടക്കി, വൈദ്യശാസ്ത്രം എന്നിനോ എന്നാണ് പറയുന്നത്. അവസാനം ബ്രദറെ ഞങ്ങളുടെ ജീവിതം അടുത്തതുപോലെ അതിൽ പലവരും ഞാൻ ആഴമായി ചിന്തിച്ച് നോക്കി മനസ്സിലാക്കി ചെന്നപ്പോൾ അവരുടെ കുടുംബജീവിതം തന്നെ ഒരു ഉലഞ്ഞ നിലയിലാണ്, ഇളക്കം തട്ടിയ നിലയിലാണ് നിൽക്കുന്നത്. ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരമായി താല്പര്യമില്ലാത്ത അനുഭവം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്, കുടുംബജീവിതമായിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ, എന്തോ 2 പേർ ഒരുമിച്ച് ചെയ്യുന്നത് ഏതെങ്കിലും കാര്യങ്ങൾ അവർ ഉടമ്പടി വെച്ച കാര്യങ്ങൾ മറക്കാൻ തുടങ്ങിയാൽ അതിനകത്ത് നിശ്ചയമായും തകർച്ചകൾ സംഭവിക്കും. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന കുടുംബജീവിതങ്ങൾ വ്യക്തമായി ഓർക്കണം, ക്രിസ്തീയ ജീവിതത്തിൽ മാർഗത്തിലാണ് നിങ്ങളുടെ കല്യാണം നടന്നതെങ്കിൽ നിങ്ങളെ ദൈവത്തെ നടുവിൽ നിർത്തിയിട്ട് മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ലെന്ന് പറഞ്ഞ ഹല്ലേലൂയ ഒരു ഉടമ്പടി ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട കുടുംബജീവിതമാണ്. അതുകൊണ്ട് ആ കല്യാണം നടക്കുന്ന സമയത്തിൽ പറയുന്നു, അല്ലെങ്കിൽ ദൈവത്താൽ ഒരുമിച്ചത് മനുഷ്യനാൽ ഉറുതിരിയരുത്, ദൈവമാണ് ഇതിനെ ഒരുമിപ്പിച്ചത്. എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുമെങ്കിൽ, ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമെങ്കിൽ ദൈവം എന്താ വിളിച്ചു പറയുന്നതെന്ന് അറിയാം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 18-ഉം 19 വാക്യങ്ങൾ, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. ഹല്ലേലൂയ. അത് മരുഭൂമിയിൽ ഒരു വഴിയായി നിർജ്ജന പ്രദേശത്തും നദികളുമായി ഉത്ഭവിക്കും. അപ്പോൾ വിശ്വസിച്ചാട്ടെ, മരുഭൂമിയിലും അവസാനിച്ചെന്ന് പറയുന്ന നിർജ്ജന പ്രദേശത്തും വീണ്ടും പുതിയത് ചെയ്യാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അടുക്കലാണ് നിങ്ങളുടെ ഉടമ്പടിയോടെ ഹല്ലേലൂയ ആ സ്നേഹബന്ധത്തിലേക്ക് നിങ്ങൾ പൊതുകി വരുന്നത്.
കാരണം അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, ഹല്ലേലൂയ, സന്തതിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അബ്രഹാം ഇപ്പോൾ അബ്രഹാം ദൈവത്തെക്കുറിച്ച് പറയുക, അവൻ മരിച്ചെടുത്തുനിന്ന്, അവൻ ഇല്ലാത്തടത്തുനിന്ന് ഉള്ളതിനെപ്പോലെ ചിലതിനെ വിളിച്ചു വരുത്തുകയും മരിച്ചതിനെ വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്ത ദൈവമാണ്. എങ്കിൽ ഇന്ന് നിങ്ങളുടെ അനുഭവത്തിൽ ഏതാണോ അവസാനിച്ചെന്ന് പറയുന്നത്, അതിനെ മുഴുവൻ വീണ്ടും ആരംഭിക്കാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തി കാണിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുമോ? അത്ഭുതത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ? കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു, ഹല്ലേലൂയ, 127 സങ്കീർത്തനമാണ് പറഞ്ഞത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് കാണിക്കുന്നതിൻ്റെ കാരണം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയോ ഒന്നുമല്ല. അതിൻ്റെ നടുവിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ നടുവിൽ ദൈവത്തെ കൊണ്ട് നിർത്തുകയാണ്. ദൈവം നിങ്ങളുടെ നടുവിലുണ്ടെങ്കിൽ പല വഴക്കുകളും മാറും, പല തർക്കങ്ങളും മാറും. ദൈവിക സമാധാനത്താൽ കുടുംബം നിറയപ്പെടും. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിലേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ കണ്ടിന്യൂ കടന്നു വന്നാട്ടെ. എന്നാൽ നമ്മുടെ പ്രയർ ലൈന് ഈ ആവശ്യമായിട്ട് താൻ വിളിച്ചു. അങ്ങനെ എന്നെ ലഭ്യമായി. അങ്ങനെ ഈ മകനുമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാനിടയായി. അങ്ങനെ ഞാൻ പാസ്റ്ററെ വിളിച്ചപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഈ 2019 ഉള്ളിൽ ദൈവം ഒരു കുഞ്ഞിനെ ദൈവം എനിക്ക് തരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പാസ്റ്ററോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പം 2 മാസം പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. ആമേൻ. എത്ര നാളായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു? 8 വർഷത്തോളമായി. ഓ, ഇത് സാധാരണ സാക്ഷ്യമല്ല. എന്തുവരുന്നു അതുവരെ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ പറഞ്ഞു? മെഡിക്കൽ ചെക്കപ്പ് പറഞ്ഞു, നിങ്ങൾക്ക് സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്, ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് പറഞ്ഞത്. 8 വർഷമായി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോയി ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞു. അന്ന് പോയി ചെക്ക് ചെയ്തപ്പോഴാണ് 2 മാസം പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതം കഥയല്ല. ഞാൻ വിവാഹം കഴിഞ്ഞിട്ടൊരു 3 വർഷക്കാലം കഴിഞ്ഞു. കുഞ്ഞുങ്ങളില്ലാതെ ഒരു വലിയ പ്രയാസനാവസ്ഥയിലായിരുന്നു. ഞാൻ ഏകദേശം ഒരു വർഷക്കാലം കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകേണ്ടി വന്നു. പക്ഷേ ഒരു വർഷത്തിനകത്ത് തന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ് നിർത്തി. ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടർ തന്നെ ഒരു വർഷക്കാലം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറഞ്ഞു. പിന്നെ പൂർണ്ണമായിട്ടും നമ്മളെ ഡോക്ടറിൻ്റെ മുമ്പിൽ തന്നെ ഞാൻ വളരെ പ്രയാസത്തോടെ തന്നെ തിരിച്ചു പോകുന്നത്. പിന്നെ അങ്ങനെയാണ് ഞാൻ റോയ്ബറിൻ്റെ ഒരു പവർവിഷൻ ചാനലിനകത്തൊരു സ്പീച്ച് കണ്ടത്. അങ്ങനെ ഞാൻ കൊല്ലത്തെ പരിഞ്ഞണ്ടവറിൽ പ്രാവശ്യം അവിടെ ചെന്നു. ആദ്യത്തെ ആ ഒരു പ്രായത്തിൽ തന്നെ ഉച്ച സമയം ആയപ്പോഴത്തേക്കും അവിടെ ഹോളിലെ ടൈം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ തന്നെ എന്നോട് പറഞ്ഞു, ടൈം കഴിഞ്ഞു, നമുക്ക് താഴെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങി വരാം എന്നിങ്ങനെ പറഞ്ഞു. പ്രയർ കഴിഞ്ഞ് ഹോളിൽ താഴെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇറങ്ങി എന്നിട്ട് റോയ്ബറിനോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരെയും എന്നെയും വൈഫിനെയും വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കരമായിരുന്നു, അല്ലാതൊന്നുമില്ല. നവംബർ മാസം ലാസ്റ്റിലാണ് ഞാനവിടെ ചെല്ലുന്നത്. അപ്പോൾ അതൊരു സാറ്റർഡേ ആയിരുന്നു. വരുന്ന ഫെബ്രുവരി മാസത്തിനുള്ളിൽ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് വലിയ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും, ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അന്ന് റോയ്ബർ പറഞ്ഞൊരു തീംവാക്യം വിശ്വാസത്തെക്കുറിച്ച് ഒരു വാക്യമായിരുന്നു. നമ്മളത് ആ വചനത്തെ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ കാര്യം പ്രവർത്തിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം റോയ്ബറിനെ വിളിച്ചിരുന്നു. ഇപ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. എന്തുവായിരുന്നു പ്രാർത്ഥന വിഷയമായി വന്നത്? എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നായിരുന്നു. ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ഈ മകൾ പ്രാർത്ഥിക്കാൻ വന്നത്. എന്നാൽ ഇപ്പോഴെന്തുവാ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം ഞാൻ 3 മാസം പ്രഗ്നൻ്റ് ആണ്. പ്രാർത്ഥിക്കാൻ വരുന്നവർ വേണ്ടി കരം നീട്ടുന്ന, പ്രാർത്ഥിക്കാൻ വേണ്ടി ആദ്യ മാസത്തിൽ തന്നെ കർത്താവ് ഈ മകളോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ആൻസർ തരും. പ്രാർത്ഥിക്കാൻ വന്ന ആദ്യ ദിവസം തന്നെ അല്ലേ? ആദ്യ മാസം ബ്രദർ പറഞ്ഞ്, പിന്നെ 2ാം മാസം വന്നപ്പോഴേക്കും പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കി ഉറപ്പായിട്ടുണ്ടോയെന്ന് പറഞ്ഞു. 2ാമത്തെ മാസം വന്നപ്പോൾ പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ ഉറപ്പായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തുവാ? ഉണ്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു. ഹല്ലേലൂയ. പോസിറ്റീവാന്ന് പറഞ്ഞു. ഡോക്ടർ പോസിറ്റീവാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ അക്കരങ്ങളൊന്ന് ഉയർത്തി. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? എൻ്റെ മകന് കുഞ്ഞില്ലായിരിക്കുമായിരുന്നു. 3.5 വർഷത്തോളം മക്കളില്ലാതെ ഭാരപ്പെട്ടു. ഇവിടെ വന്ന് പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പ്രാർത്ഥിച്ചു. ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ചു. എൻ്റെ മകനൊരു കുഞ്ഞിനെ ദാനം കൊടുത്തു. വിശ്വസിക്കുന്നവർ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചു. ഇത് സാധാരണ സാക്ഷ്യമല്ല. അനേക ആൾക്കാർ തലമുറയില്ലാതെ കരയുമ്പോൾ പ്രാർത്ഥനയിലൂടെ ഒരു അസാധ്യം ഈ മകൾക്ക് വേണ്ടി നടന്നു. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞാട്ടെ. ആണാണോ പെണ്ണാണോ? മോള് ഒരു പെൺകുഞ്ഞിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. കർത്താവേ, ഈ സാക്ഷ്യം പറയാൻ ഈ മകളെടുത്ത തീരുമാനം അത് സാധാരണ ഒന്നല്ല. ഈ മകളെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. വീണ്ടും വിടുതലുകൾ വർദ്ധിക്കാൻ പോകുക. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിശ്വാസത്തെ കൊണ്ടുവന്നു ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ 127 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക്, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. 4-ാമത്തെ വാക്യം, വീരൻ്റെ കയ്യിൽ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. 3-ാമത്തെ വാക്യം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? മക്കൾ യഹോവ നൽകുന്ന ദാനവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു. അപ്പോൾ ഈ വാക്യം നിങ്ങൾ നോക്കിയാൽ അറിയാം. 1 അവൻ തരുന്ന ദാനവും, 2 അവൻ തരുന്ന പ്രതിഫലവുമാണ്. അപ്പോൾ മക്കളില്ലാത്ത ആരും ചിന്തിക്കരുത്, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം എന്നെ വെറുതിരിക്കുന്നു, ഈ ദൈവത്തിന് ഇതൊന്നും കഴിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചിന്തകൾ ചിന്തിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ നിങ്ങൾ ഈ തലമുറകളെ രഹസ്യമാണ് ഞാൻ ഈ പറയുന്നത്. തലമുറ ദൈവം തരുന്ന ദാനമാണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ നന്ദി പറഞ്ഞ് ഏറ്റെടുക്കും. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്തിൽ ഒരു കാര്യം കാണുക എന്ന് പറഞ്ഞാൽ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ് വിശ്വാസം. നിങ്ങൾ ഏത് വിഷയമാണോ, നിങ്ങൾക്ക് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ല, 15ആയി 16ആയി, ഈ വർഷങ്ങളിൽ കുഞ്ഞുങ്ങളില്ലെങ്കിലും ഇന്ന് നിങ്ങൾ വിശ്വാസത്തിൽ ദൈവം നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരുന്നത് കണ്ടാൽ അത് നന്ദിയുള്ള ഹൃദയത്തോടെ നിങ്ങൾ സ്വീകരിക്കും. ഒരു പ്രതിഫലം ദൈവം ഞങ്ങൾക്ക് തരാൻ പോകുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കാണാത്ത ഉറപ്പിൽ ലഭിച്ചു എന്നുള്ളതിൻ്റെ ഉറപ്പ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാം, നിങ്ങൾക്കിപ്പോൾ ഒരു പേന എഴുതാൻ വേണം. ആ പേന ലഭിക്കാത്തിടത്തോളം കാലം നിങ്ങൾ പേനായ്ക്ക് വേണ്ടി ആവശ്യപ്പെടും. പക്ഷേ പേന ലഭിച്ചാൽ നിങ്ങൾ നന്ദി പറയും. പേന ലഭിച്ചതിന് നന്ദി പറയും. എങ്കിൽ ഇന്ന് നിങ്ങൾ ഉദരഫലം അവൻ തരുന്ന ദാനമാണ്. മക്കൾ യഹോവ നൽകുന്ന ദാനവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ്. ഇത് രണ്ടും നമ്മുടെ കഴിവിൽ വെളിപ്പെടുന്നതല്ല, ദൈവത്തിൻ്റെ ദാനത്താൽ വെളിപ്പെടുന്നതാണ്. നിങ്ങൾ ഒരുപക്ഷെ തകർന്നായിരിക്കാം ഇരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഈ മിനിറ്റിൽ 34-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് നിങ്ങൾ ഇത്രയും നാളത്തോളം ആ നുറുക്കത്തിലാണോ എന്നെ കേൾക്കുന്നത്? ഒരുപക്ഷെ നിങ്ങൾ തകർന്നായിരിക്കാം എന്നെ കേൾക്കുന്നത്. ആരും സഹായിക്കാനില്ലാത്ത ഒരു അനുഭവത്തിലായിരിക്കാം എന്നെ കേൾക്കുന്നത്. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുക, മറ്റാരും നിങ്ങളെ വിട്ടകന്നാലും ഇന്ന് പ്രാർത്ഥനയോടെ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് സമീപസ്ഥായി മാറുകയാണ്. ദൈവം അടുത്ത് വന്ന് നിൽക്കുക. ദൈവം നിങ്ങൾക്ക് സഹായകനായി വെളിപ്പെട്ടാൽ സകലതും നമ്മുടെ ദൈവം സാധിച്ചു തരും. എങ്കിൽ ഈ മിനിറ്റിൽ ചിലർ എന്നോടിങ്ങനെ പറയുന്നത്, ഞാനൊരു തീച്ചൂളയുടെ അനുഭവത്തിലാണ്. ഹല്ലേലൂയ. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കാണാം, 3 ചെറുപ്പക്കാർ ദേശത്തിന് വിരോധമായി അവരെ തീയിലേക്ക് വലിച്ചെറിയുന്നതായിട്ട്. പക്ഷേ ദൈവത്തിന് വേണ്ടി അവർ നിന്നതുകൊണ്ട് 4-മനായി തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വരാൻ കഴിയുന്ന രാജാവ് നെബൂഖദ്നേസർ രാജാവ് കാണുകയാണ് അഗ്നിയിൽ 4-മനായി ഒരു ദൈവദൂതൻ ഇറങ്ങി നിൽക്കുന്നത്. ഇന്ന് ഇതേപോലെ നിങ്ങളുടെ ഏത് അനുഭവത്തിലും മനുഷ്യന് പുറമേ മാത്രമേ സഹായിക്കാൻ കഴിയത്തുള്ളെങ്കിൽ നമ്മുടെ ദൈവം കണ്ണുനീര് തുടയ്ക്കുന്ന, സമീപത്ത് വരുന്ന, മറ്റാരെക്കാളും കൂടുതൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന, ലോകം തരാത്ത സന്തോഷവും സമാധാനവും തരുന്ന ഒരു വലിയ ദൈവം നമ്മുടെ കൂടെയുണ്ട് പ്രിയരെ. എങ്കിൽ ഇന്ന് സന്തോഷിക്കാൻ വകയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കടന്നിട്ട് പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പിൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, എപ്പോഴും സന്തോഷിപ്പിൻ. ഈ ക്രിസ്ത്യ മാർഗത്തിൻ്റെ ഏറ്റവും വലിയ വിലയെന്ന് പറയുന്നത് എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളതാണ്. കാരണം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. എന്നെ കരത്തിൽ താങ്ങിയവൻ എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്നത്. എങ്കിലിന്ന് തളരാതെ ഉടയാതെ നിൽക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കടന്നു വന്നാണ്. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നാ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത്? എന്താ? 2011 ജനുവരി മാസം 24-ാം തീയതി ആയിരുന്നു വിവാഹം. അത് കഴിഞ്ഞ് ഏകമകനാ, അമ്മച്ചിയുടെ ഏകമകനായി നിൽക്കുന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്നാ ആഗ്രഹിക്കാൻ തുടങ്ങിയത്? 2013 ശേഷം. 2013 ശേഷം. നമുക്കെല്ലാവർക്കും അറിയാം, ഏകമകനായി കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോഴേ പ്രിയ അമ്മച്ചി കുഴപ്പത്തിലാകും.
ബന്ധുക്കാരും അയൽക്കാരും പറയും വിശേഷമൊന്നുമില്ലേ? അത് ചോദ്യങ്ങൾ അമ്മച്ചിയുടെ മേലോട്ട് വരാൻ തുടങ്ങി. ഹല്ലേലൂയ. അമ്മച്ചി വളരെ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 2013 കഴിഞ്ഞിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പക്ഷേ ക്യാരിങ് ആവും, പക്ഷേ മിസ്കാരേജ് ആവുകയായിരുന്നു. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഏകദേശം എത്ര പ്രാവശ്യം ഇത് 3-ലധികം പ്രാവശ്യം മിസ്കാരേജ് ആയി. മെഡിക്കൽ പരമായി ഞങ്ങൾ എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും നോക്കി, പക്ഷേ ഒരു റീസണും കണ്ടെത്തുന്നില്ലായിരുന്നു. ഖത്തറിലും ഇന്ത്യയിലും മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് പല ട്രീറ്റ്മെൻറ്റുകളും നോക്കി. പക്ഷേ ദൈവം പ്രവർത്തിച്ചാൽ മാത്രമേ മറുപടി കിട്ടുകയുള്ളൂ എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇതിനകത്തൊരു വലിയ കാര്യം ഇപ്പോൾ എന്തിനാ ഇത്രയും പറയുന്നതെന്നറിയാമോ? ഇനി അങ്ങോട്ട് വിടുതലിൻ്റെ സമയമാണ് സംഭവിക്കാൻ പോകുന്നത്. 2013 പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം 2014 നിങ്ങൾ ട്രീറ്റ്മെന്റിന് പോയതല്ലേ? അതെ. ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഈ സന്തോഷമായി കുഞ്ഞുങ്ങളായി എന്നറിഞ്ഞിട്ട് ആ സന്തോഷം ഒരു 2 മാസം കഴിയുമ്പോൾ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയാൽ ഒരുപക്ഷെ ഇവർ ദൈവത്തെ തന്നെ 3 പ്രാവശ്യം കഴിയുന്നതോടെ വെറുത്തു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ ഇവർ മെഡിക്കൽ സയൻസിനായി സമീപിച്ചു. അന്നേരം എന്തുവാ സംഭവിച്ചത്? മെഡിക്കൽ സയൻസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഡോക്ടറേറ്റുമായിട്ടുള്ള എല്ലാ പരിപാടിയും അവിടെ വെച്ച് നിർത്തി. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവം തരുന്നുവെങ്കിൽ ദൈവത്തിനായി സമർപ്പിക്കുമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് പൂർണ്ണമായി തീരുമാനമെടുത്ത് മെഡിക്കൽ സയൻസും ഡോക്ടറും ഹോസ്പിറ്റലും എല്ലാം അവിടെ വെച്ച് നിർത്തി ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദേവദാസനുമായി ഖത്തറിലും അതുപോലെ തന്നെ ടെലിഫോണിലും എപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ ഫലമായി ദേവദാസന്റെ മാതാവ് ഈ സഭയിലിരുന്ന് എല്ലാവരോടും പറയുമായിരുന്നു, സഭയിൽ പ്രത്യേകമായ പ്രാർത്ഥനയിലും പ്രത്യേകമായി പറയുമായിരുന്നു. മാതാവ് പറയുമായിരുന്നു, കുഞ്ഞിനെ തരും. തീർച്ചയായിട്ടും ദൈവം ഒരിക്കലും ഇവിടെ വരുന്ന പ്രാർത്ഥനാ വിഷയത്തിനൊന്നും ദൈവം മറുപടി തരാതിരുന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കുഞ്ഞിനെ തരും, നിങ്ങൾ കുഞ്ഞുമായി ഈ സഭയിൽ വരും. ഞങ്ങൾ കഴിഞ്ഞ വർഷം നാട്ടിൽ വരേണ്ടതായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി ഇതായിരുന്നു. 2017 ഈ ജൂലൈ മാസം 9-ാം തീയതി ആയിരുന്നു ദൈവത്തിൻ്റെ സമയം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി ദൈവം ഒരുക്കി, വലിയ വഴികളെ ഒരുക്കി. ഇപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുന്നത്, എനിക്ക് 3 ദിവസത്തെ ലീവിനാണ് ഞാൻ കഴിഞ്ഞ മാസത്തെ 18-ാം തീയതി ഞാൻ നാട്ടിൽ വന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വാസത്തിൽ നിൽക്കുന്നത് ഈ ഒരു സാക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്. 2017 ജൂലൈ മാസം 9-ാം തീയതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കുടുംബമായി നിൽക്കുന്നത്. തിരിച്ച് മടങ്ങുകയാണ്. നാട്ടിൽ നിന്ന് നാളെ ഖത്തറിലേക്ക് മടങ്ങുകയാണ്. കുഞ്ഞിനെ സമർപ്പിക്കുന്നു. ദേവദാസനെയും കുടുംബത്തെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇവർ ചെയ്ത എല്ലാവിധ പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിന് നന്ദിയുണ്ട്. ദൈവസഭയും ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആൾക്കാർ വീടിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? നിങ്ങൾ വിശ്വസിക്കണം, ദൈവം ഇത് ചെയ്യാൻ ശക്തനാണ്. ഈ മകന് അന്ന് സാമ്പത്തിക വിഷയത്തിന് വേണ്ടി വന്നു. ആ വാതിൽ ദൈവം തുറന്നു. ഹല്ലേലൂയ. അത് മുടങ്ങിക്കിടന്നതാണ്. ഹല്ലേലൂയ. ആ വരുമാനം ബ്രദർ ഏതോ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല പാസ്റ്റേ, എനിക്ക് അന്ന് വന്നതിന് വേണ്ടി എൻ്റെ സാമ്പത്തികത്തിൻ്റെ വഴി അന്ന് തുറന്നായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ യേശു നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യുമെന്ന്? ബ്രദറെ, എവിടെ നിന്നായിരുന്നു ആ സാമ്പത്തികം? പഞ്ചായത്തിൽ നിന്ന്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പഞ്ചായത്തിൽ പോയോ? 7-ാം തീയതിക്ക് കിട്ടിയ പൈസ. ഇവിടെ വന്ന് എത്ര ദിവസത്തിനുള്ളിലാണ് കിട്ടിയത്? 10 ദിവസം. 10 ദിവസത്തിനുള്ളിൽ ആ സാമ്പത്തിക വ്യവസ്ഥ കർത്താവ് തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. 2019 ഞാൻ TV എപ്പിസോഡ് ചെയ്തായിരുന്നു പാസ്റ്ററോട് പൈസ കൊടുത്തിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് കേസുകളുണ്ടായതുകൊണ്ട് ഒരുപാട് പൈസയൊക്കെ കടം മേടിച്ചൊക്കെ ആയിരുന്നു, സ്വർണ്ണങ്ങളൊക്കെ പണയം വെച്ച്. അപ്പോൾ ഞാനൊരു TV എപ്പിസോഡ് ചെയ്തായിരുന്നു. അന്നേരം പൈസ ഇല്ലായിരുന്നു. എൻ്റെ കയ്യിൽ കിടന്ന ഒരു വള കൊണ്ട് ചെന്ന് ഞാൻ പണയം വെച്ച് പാസ്റ്ററായ പൈസ കൊടുത്ത് TV എപ്പിസോഡ് ചെയ്ത്. അപ്പോൾ പൈസ ഇല്ലായിരുന്നു. ഹസ്ബൻഡിന് ശമ്പളം കിട്ടാൻ 4-5 മാസം കൊണ്ട് കിട്ടുന്നില്ലായിരുന്നു. കുറേശ്ശെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ 3 മാസം ശമ്പളം ഒരുമിച്ച് കിട്ടി. അപ്പോൾ സ്വർണ്ണമെല്ലാം എടുക്കാൻ കർത്താവ് അവിടുന്ന് കരുതിയതിനായി നന്ദിയോടെ സ്തോത്രം പറയുന്നു. അതുപോലെ പാസ്റ്റർ അന്ന് പറഞ്ഞായിരുന്നു, സിസ്റ്ററെ ഒരു അത്ഭുതം നടക്കാൻ പോയി 3 ദിവസത്തിനകമെന്ന് പറഞ്ഞ്. ആ തിങ്കളാഴ്ച വൈകിട്ട് തന്നെ ഹസ്ബൻഡ് പൈസ ഇട്ട് തന്ന് സ്വർണ്ണം എടുക്കാനുള്ള. പ്രിയരെ, എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ വചനവും ഹല്ലേലൂയ സാക്ഷ്യവും വലിയ അനുഗ്രഹമായി വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയരെ, വാതിലുകളെ തുറക്കുന്ന കീയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങളുടെ അടഞ്ഞ വാതിലുകളെ, നിങ്ങളുടെ മാറാത്ത രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ആ യേശുവിൻ്റെ കീ പ്രാർത്ഥന. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുന്നു, 2 പേർ ഭൂമിയിൽ ഐക്യബന്ധിപ്പെടുന്നതിൻ്റെ മധ്യത്തിൽ സ്വർഗമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം വരാൻ പോവുകയാണ്.
നിങ്ങളുടെ ഈ സമയത്തിൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വാതിലുകൾ തുറക്കാൻ പോവുക. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മഹത്വം ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വെളിപ്പെട്ട് വരണം. പരിശുദ്ധാത്മാവേ, ഇന്ന് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടിയും അങ്ങയുടെ കരം ചലിപ്പിക്കണം. ഹല്ലേലൂയ. അത്ഭുത വിടുതലുകൾ ഇപ്പോൾ വെളിപ്പെടുകയാണ്. സണ്ണി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകന് വേണ്ടി ഒരു അത്ഭുത വാതിൽ ദൈവം തുറക്കും. അതേപോലെ രമേശ് എന്നൊരു പേര് കാണിക്കുന്നു. ദൈവം ആ വ്യക്തിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നു. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഹല്ലേലൂയ മണി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. മണിക്ക് വേണ്ടി അസാധാരണമായ ഒരു വലിയ ദൈവപ്രവൃത്തി സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ അയക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് തന്നെ രോഗത്തിൻ്റെ ഭാരത്തിലായിരിക്കുന്ന ഷൈജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതേപോലെ അൽഫോൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രോഗത്തെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. അല്ലെങ്കിൽ അതേപോലെ ജോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോൾ നിങ്ങളെ പൂർണ്ണമായി സൗഖ്യമാക്കുകയാണ്. അതേപോലെ തന്നെ ഹല്ലേലൂയ മാനസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പുത്തൻ വഴി ദൈവം നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആക്കുകയാണ്. അതേപോലെ തന്നെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവിക വിടുതലുകൾ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മേൽ റിലീസാക്കുകയാണ്. പരിശുദ്ധാത്മാവെ, ഇവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണം, ഇവർക്ക് വേണ്ടി വിടുതലുകൾ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വലിയ വലിയ വാതിലുകൾ ചിലവർക്ക് വേണ്ടി ദൈവം തുറക്കുകയാണ്. സാമ്പത്തികമായി ചില ബാങ്കുകളിൽ നിന്ന് ആനുകൂല്യം കർത്താവ് തുറന്നു വരുന്നു. രമ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ സുനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഒരു ടീച്ചർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. കൈക്കും കാലിനും എല്ലാം നീര് വന്നിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു ടീച്ചർ എന്നെ കേൾക്കുന്നു. അവരെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ഈ മകളുടെ മേളിലേക്ക് ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. അതേപോലെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന പ്രോപ്പർട്ടി സംബന്ധമായി നിൽക്കുന്ന വിഷയങ്ങളുള്ള ഹല്ലേലൂയ സാനുവിന് വേണ്ടിയും സന്തോഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതേപോലെ സജികുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ വലിപ്പം ദൈവത്തിൽ സ്വർഗത്തിലെ ദൈവം അവർക്ക് വെളിപ്പെടുത്തണം. പൂർണ്ണമായും എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ സമയത്ത് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ ഈ പ്രാർത്ഥിക്കുന്ന സെക്കൻഡിൽ വലിയൊരു വിടുതലും കൂടെ കർത്താവേ, ഇന്ന് എന്നെ കാണുന്ന വലിയൊരു വാതിലും കൂടെ എന്നെ കാണുന്ന ഹല്ലേലൂയ പ്രദീപിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. കല്യാണത്തിൻ്റെ വാതിൽ ദൈവം തുറക്കുന്നു. ഹല്ലേലൂയ. അതേപോലെ സജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സുരേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ വിമലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെയൊക്കെ ആവശ്യങ്ങളുടെ മേലിൽ സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ വെളിപ്പെടണം. സതീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതേപോലെ തന്നെ അനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ നടന്നതിനായി സ്തോത്രം. ഞാൻ ഈ സമയത്ത് തന്നെ സ്റ്റീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാതിലുകൾ തുറക്കുകയാണ്. അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. കർത്താവേ, ഈ സമയത്ത് തന്നെ അപ്പുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ ആ മകൻ്റെ മേളിൽ നടന്നു കഴിഞ്ഞു. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാതിൽ തുറന്നതിനായി സ്തോത്രം. ഒരുമിച്ച് ഇന്ന് എൻ്റെ കൂടെ ചോർന്ന് പ്രാർത്ഥിച്ച രോഗികൾക്ക് വേണ്ടിയും പ്രോപ്പർട്ടിയിൽ പ്രശ്നമായിരിക്കുന്നവർക്ക് വേണ്ടി, കടബാധ്യത അനുഭവിക്കുന്നവർ, രോഗികൾക്ക് വേണ്ടി പൂർണ്ണമായി പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം ഇവർക്ക് വേണ്ടി ഇപ്പോൾ വെളിപ്പെട്ടതിനായി നന്ദി. തലമുറയുടെ വിവാഹത്തിന് വേണ്ടിയുള്ള വാതിൽ തുറന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായും അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ വിളിച്ച് 65 തുടങ്ങുന്ന നമ്പറിൽ വാട്സാപ്പുണ്ട്, നേരിട്ട് വിളിക്കാവുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്താട്ടെ. ചില ദിവസങ്ങളിൽ ഞാൻ പല നമ്പറുകളിൽ, ഇന്ത്യയിലെ നമ്പറിലും അതേപോലെ തന്നെ 65 തുടങ്ങുന്ന നമ്പറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചാൽ ആ സമയത്ത് ഞാൻ തന്നെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അതേപോലെ വാട്സാപ്പിൽ നിങ്ങൾ IMOയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താട്ടെ. ഞാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നത്. ആ സമയത്ത് വിളിച്ചാൽ എടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും മീറ്റിങ്ങിലായിരിക്കുകയാണ്, അല്ലെങ്കിൽ നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതേപോലെ ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് മിസ്സാകുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്കുകൾ കൊടുക്കുന്നു. ഒത്തിരി ലൈവ് മെസ്സേജുകളും ഹല്ലേലൂയ അതേപോലെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ ഈ എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് യൂട്യൂബിലുണ്ട്. ഹല്ലേലൂയ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. അതേപോലെ ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ എപ്പിസോഡുകൾ
സ്പോൺസർ ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് 8ഓളം TV ചാനലുകളിലേക്ക് 6.5 വർഷമാകുമ്പോൾ ഒരു എപ്പിസോഡുമായി തുടങ്ങിയത് 8ഓളം TV ചാനൽ, 7ഓളം TV ചാനലിൽ 5 ദിവസത്തിന് മേളിലായി പ്രസംഗിക്കുന്നു. നിങ്ങളും ഇതിനു വേണ്ടി ഒരു ഭാഗവത്താകണം പ്രിയരെ. അനേകർ ഇതുമൂലം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, അനേകായിരങ്ങൾ ഇതിനെ സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ ഒരു എപ്പിസോഡ് തുച്ഛമായ പൈസയിൽ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ ഉറപ്പിക്കാം. അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. കൊല്ലത്തും തിരുവനന്തപുരത്തും നമ്മുടെ വലിയ ആരാധനകൾ നടക്കുന്നു. സിംഗപ്പൂരിലും മലേഷ്യയിലും ഓസ്ട്രേലിയയിലും ആരാധനയുണ്ട്. സിംഗപ്പൂരിലുള്ള ഒരു പ്രത്യേക ക്ഷണിക്കുന്നു. നിങ്ങൾ കടന്നു വന്ന് അനുഗ്രഹം അനുഭവിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ, അടുത്ത ദിവസം കാണും വരെയും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.